തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബിജെപിക്ക് ഭീഷണി ഉയർത്തി മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീഷൻ അടിയാട്ടിന്റെ സ്നേഹസംഗമം. ബിജെപി മുൻ പ്രവർത്തകരും നിലവിൽ പ്രവർത്തിക്കുന്നവരും ഉൾപ്പെടെ 300ഓളം പേരെ പങ്കെടുപ്പിച്ച് തൃശൂരിൽ സംഗമം നടന്നു. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ശ്രീഷന്റെ ലക്ഷ്യം. വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീഷൻ അടിയാട്ടിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. ജെയ്സൺ ചാമവളപ്പിൽ വിശദാംശങ്ങൾ നൽകും. ജെയ്സൺ, തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതിന് മുൻപ് കൂടുതൽ പിന്തുണ സമ്പാദിക്കുകയാണോ ശ്രീഷന്റെ ലക്ഷ്യം? ശ്രുതി, കഴിഞ്ഞ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ബിജെപിയുടെ ഏറ്റവും ശക്തരായ സംസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു തൃശൂർ ബിജെപിയുടെ 2 തവണ ജില്ലാ പ്രസിഡന്റായിരുന്നു ശ്രീഷൻ അടിയാട്ട്. പിന്നീട് RSSുമായും ഉണ്ടായ ഏറ്റുമുട്ടലിൽ അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകേണ്ട സ്ഥിതിയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ BJP പ്രവർത്തകരുടെയും അതുപോലെ തന്നെ BJP വിട്ടവരുടെയും ഉൾപ്പെടെ ഒരു പൗരസമൂഹത്തിന്റെ യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തത്. സ്നേഹവിരുന്ന് എന്ന പേരിലാണ് അദ്ദേഹം യോഗം വിളിച്ചു ചേർത്തത്. ഇതിൽ പഴയ RSSന്റെ നേതാക്കളുണ്ട്, പഴയ BJP പ്രവർത്തകരുണ്ട്, ഇപ്പോഴും BJPയിൽ പ്രവർത്തിക്കുന്ന ഏതാനും പേരും ഇങ്ങനെ വിപുലമായ ഒരു യോഗം വിളിച്ചു ചേർത്ത് 300ഓളം പേരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഇതിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തൃശ്ശൂരിൽ ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു ചേർത്തതെന്നാണ് ഏറ്റവും സവിശേഷ പ്രധാനം എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായാലും BJP വലിയ വിജയപ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനത്തെ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃശ്ശൂർ. ആ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ BJPയുടെ കരുത്തനായ നേതാവായിരുന്ന ശ്രീഷൻ മത്സരിക്കാൻ വരുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഈ യോഗം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ശ്രീഷൻ അടിയാട്ട് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ കൂടുതൽ സ്നേഹസംഗമങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് തന്റെ കരുത്ത് തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സ്ഥിതി. കരുത്ത് തെളിയിക്കാനുള്ള നീക്കത്തിലാണ് ശ്രീഷൻ അടിയാട്ട്. ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.